ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഇന്ന് താമസിച്ചാണ് എഴുന്നേറ്റ്. അപ്പോഴത്തേക്ക് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞു വന്നിട്ടുണ്ട്. കുഞ്ഞിന് എപ്പോഴും അങ്ങ് മുകളിൽ കയറണം, ഏറ്റവും പൊക്കത്ത് കയറി അവിടെയൊക്കെ ഇങ്ങനെ അരിച്ച് നടക്കണം. താഴെ ഇറങ്ങുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും ആള്. ഏത് നേരം ഇത് തന്നെ ബഹളം അവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ തോളിൽ കയറി ഇരുന്നിട്ട് അങ്ങ് മുകളിൽ ചാടി കയറി പിന്നെ അവിടെ കുറേ നേരമൊക്കെ നടന്ന് അവിടെ ഇരിക്കുന്ന ബോക്സുകളിലൊക്കെ പരിശോധന നടത്തണം. പാറ്റ ഉണ്ടോയെന്ന് നോക്കണം. പാറ്റ ഉണ്ടോയെന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നെ അവനൊരു ആശ്വാസമാകുമ്പോഴത്തേക്ക് വീണ്ടും പിന്നെ ഇങ്ങനെ താഴോട്ട് വരാൻ നോക്കും. എന്നേരം തന്നെ വാ വാ. ഒരു നേരം എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. ഉടനെ അവൻ എൻ്റെ തോളിൽ കയറി ഇരുന്നിട്ട് അങ്ങ് പൊക്കത്ത് ചാടിക്കയറും. തോളെല്ലാം നഖം കുത്തി ഇറക്കി മാന്തി കയറി വെച്ചിട്ടുണ്ട്. അവനെത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. മുകളിൽ കയറല്ലേ എന്നാണ്ട ഉടുപ്പിൽ ഉടക്കി വലിക്കണണ്ട. ഇവൻ്റെ നഖമൊന്നും അങ്ങനെ ഇതുവരെ വെട്ടിയിട്ടില്ല. വെട്ടാത്തതെന്ന് പറഞ്ഞാൽ ഇവനൊരു പിന്നെ ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് മന്ദബുദ്ധിയാണോ എന്ന് തോന്നുന്നു. അങ്ങനെയാണ്. ഇവ എവിടെയെങ്കിലുമൊക്കെ കയറി വലിഞ്ഞ് താഴെ വന്ന് വീഴും. താഴെ വന്ന് വീഴുമ്പോഴത്തേക്ക് നഖമെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും തൂങ്ങി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവന് നഖം വെട്ടാത്തത്. ഉണ്ടോ, ഇവൻ പോകുന്നില്ല. പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും മുകളിൽ കയറണം അവന്. എൻ്റെ തോളിൽ കയറാൻ നോക്കുന്നു. ഇത് ഭയങ്കര സ്നേഹമാണ് അവന്. ഈ അമ്മ ഇതേ മുകളിൽ കയറാൻ വേണ്ടി ഇതാ കയറി നിൽക്കുന്നുണ്ട്. ഇവനെ ഞാൻ കയറ്റുന്നില്ല. ഇവനെ ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കൊണ്ട് ഇറക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും അവൻ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇറങ്ങി. ഇങ്ങനെ തന്നെയാണ്. എവിടെയെങ്കിലും നിന്ന ഉടനെ എൻ്റെ തോളത്ത് ചാടി കയറി ഇവന് അഭ്യാസം കാണിക്കണം. കണ്ട. ഇനി ഇവിടെ നിന്നുണ്ടോ നോക്കുകയാണ് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. എന്നെ ഒരു പരുവാക്കിയിട്ട് അവൻ അടങ്ങുള്ളൂ. ഇനി അടുത്ത് വെളിയിൽ പോയി നിൽക്കുകയാണ്. ഒരല്പം ആശ്വാസത്തിന് വേണ്ടി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പ്രാവോ മറ്റോ കൊണ്ടുവന്ന് മുകളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും വരും എൻ്റെ അടുത്ത് ബഹളത്തിന്. ഫ്രണ്ട്സ്, ഇവിടെ എല്ലാം ഇങ്ങനെ സ്റ്റാൻഡെല്ലാം വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ ഇങ്ങനെ പറക്കിയടിക്കുന്നത്. ഒരു തടിയുടെ ഒരു സ്റ്റാൻഡാണ്. ഒരാളിന് വേണ്ടെന്ന് പറഞ്ഞാൽ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് ഇങ്ങനെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, സ്റ്റീലിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഇങ്ങനെ പഴത്തിൻ്റെ ഒരു കൂടെ എടുത്ത് സ്റ്റാൻഡ് പോലെ വെച്ച്. അപ്പോൾ ഇതിൽ പാത്രങ്ങൾ അടുക്കി വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇടയ്ക്കൊക്കെ സ്ലിപ്പായി വന്ന് തറയിൽ വീഴാൻ തുടങ്ങി. അതുകൊണ്ട് 1-2 വെറുതെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വച്ചിട്ടുണ്ട്. പിന്നെ വേറെ അല്ലാതെ ഒരുപാട് പാത്രങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ട്. ഇതുണ്ടോ കൂടയിലൊക്കെ വെച്ചിട്ടുള്ളത്. എനിക്ക് പാത്രം കാണുമ്പോൾ തോന്നുന്നത് ഒരു ക്രേസാണ്. കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ വാങ്ങും. പിന്നെ കുഞ്ഞു ഇവിടെയാണ് മുകളിൽ പൊക്കത്തിൽ കയറാനാണ് നോക്കുന്നത്. ഇപ്പം അവൻ വെളിയിലോട്ട് പോയിട്ടുണ്ട്. ഇനി വീണ്ടും പോയും. ഓയേ 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 ഓയേ. എപ്പോഴും മുകളിൽ കയറാനുള്ള പരിശ്രമത്തിലാണ്. ഇതാ വന്നിട്ടുണ്ട്. അവ ഉദ്ദേശിക്കുകയെന്ന് പറഞ്ഞാൽ എൻ്റെ തോളിൽ കയറി നിന്നിട്ട് അവന് ഇല്ല കയറത്തില്ല കുഞ്ഞുവിനെ ഞാൻ കയറ്റത്തില്ല. കുഞ്ഞുവിനെ ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. അപ്പോൾ ഇനി എൻ്റെ തലയിൽ കയറാമെന്നാണ് കുഞ്ഞു നോക്കുന്നത്. വേണ്ട, കുഞ്ഞുവിനെ കയറ്റത്തില്ല. കുഞ്ഞു അവിടെ കയറി അപ്പിയിട്ടാൽ എന്ത് ചെയ്യും? കുഞ്ഞു ഇവിടെ എല്ലാം മുകളിലൊക്കെ ചാടി കയറി ഇവിടെ എല്ലാം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾ നോക്കണേ, കുഞ്ഞു ഒരു ദിവസം എത്ര പ്രാവശ്യം എന്നെ ശല്യം ചെയ്യുമെന്ന്. ഞാൻ പൊക്കത്ത് മുകളിൽ ഒരിക്കലും അവനൊരു സ്വസ്ഥത കിട്ടില്ല മുകളിൽ കയറാനായിട്ട്. ഒരു ദിവസം കയറിയായിരുന്നു, പക്ഷേ അപ്പിയൊന്നും ഇട്ടില്ല. കുറേ നേരമൊക്കെ അവിടെ കയറിയിരുന്ന അവസാനം ഒരു പെട്ടിക്കകത്ത് കയറിയിരുന്നെങ്കിൽ പതിയെ താഴെ ചാടാൻ ഇരിക്കുമ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ബേസണിനെടുത്ത് കാണിച്ചു കൊടുത്ത് അതിനകത്തെടുത്ത് ചാടിയായിരുന്നു. ഇനി അറിയാൻ പറ്റില്ല, അവന് വച്ചു കൊടുക്കുന്ന സ്ഥലത്തല്ലാതെ അപ്പിയിടണമെന്ന ഒരു സ്വഭാവമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവനെ കയറ്റാത്തത്. മറ്റേ പൂച്ചയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അത് തന്നെ എവിടെ കൂടെ എങ്ങനെ മുകളിൽ ചാടിക്കയറും. അതുപോലെ നമ്മളെന്തെങ്കിലും കുടവോ ഒരു പാത്രമോ കൂടെ എടുത്ത് കാണിച്ചു കൊടുക്കുമെങ്കിൽ അതിന് തന്നെ ഇറങ്ങിക്കോളും. മതിയായി അവന്. ഇനിയിപ്പോൾ മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്, ചിലപ്പോൾ അവിടെ കിടന്ന് തന്നെ ഉറങ്ങും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. രാവിലെ ഉറക്കെഴുന്നേറ്റ് വന്നതാണ്, എൻ്റെ തല പോലും തോന്നിയിട്ടില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.